നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. ഇരിക്കാവോ? കർത്താവിന് നന്ദി പറയാം. കൺവെൻഷൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ കർത്താവിൻ്റെ കൃപ നമ്മെ ദൈവവചനത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുന്നു. കർത്താവിനെ കേൾക്കാനുള്ള അവസരവും ഭാഗ്യവും ദൈവം നമുക്ക് നൽകുന്നു. ദൈവം തരുന്ന ഈ അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ സ്വരം മുഴുവനായി പോയിരുന്നു ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്കും. ഇന്ന് അല്പം, ഇന്ന് പകൽ മുഴുവൻ ഞാൻ മിണ്ടാതിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഇപ്പോഴാണ് മിണ്ടുന്നത്. അപ്പോൾ പതുക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ സാവധാനത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റൂ. നിങ്ങൾ ശ്രദ്ധയോടെ കർത്താവിൻ്റെ വചനം കേൾക്കാൻ പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. യെശയ്യാ പ്രവചനം 61-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനം. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ഉറക്കെ വായിക്കാം. ഒരു 5 പേര് നമ്മുടെ സ്വരം കേട്ടോട്ടെ. അത്രയും സ്വരത്തെ വായിച്ചോ. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ ആരാണ്? ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ആരാണ് ഞാൻ? ഈശോ. ആരാണ് ഞാൻ? ഈശോ. ഈശോയെക്കുറിച്ച് യെശയ്യാ പ്രവചിച്ച വചനമാണിത്. അപ്പോൾ ഈശോ പറയുകയാണ്. അപ്പോൾ ഈശോ ഇവിടെ കൊട്ടാരക്കര കൺവെൻഷന് ഈശോ പറയുകയാണ്, ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും. അപ്പോൾ ആദ്യത്തേത് ഹൃദയം തകർന്നവരെ. അപ്പോൾ അതാണ് ഈശോ ആദ്യമായി ചെയ്യുന്നത്. അവിടുന്ന് ഈ സദ്വാർത്ത എന്ന് പറഞ്ഞാൽ സുവിശേഷം, ഗോസ്പൽ, യേശുവിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ യേശു നമുക്കിടയിലൂടെ സഞ്ചരിക്കും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് വന്നിറങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് കൂടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് അച്ഛൻ്റെ വചനമാണ് എന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. അപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത്, ഞാൻ ആദ്യം വചനം കേൾക്കുമായിരുന്നു, അതെൻ്റെ ജീവിതത്തെ വളരെ തകർച്ചകളിൽ നിന്ന് രക്ഷിച്ചു. പിന്നീട് ഞാൻ യൂട്യൂബിലെ ബൈബിൾ സ്റ്റഡിയിൽ പങ്കുചേരാൻ തുടങ്ങി. ബൈബിള് ഞാൻ മത്തായി പഠിച്ചു, മർക്കോസ് പഠിച്ചു, ലൂക്ക പഠിച്ചു, യോഹന്നാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൻ എന്നോട് പറയുകയാണ്, ഞാൻ ഈ ബൈബിൾ പഠനം ആരംഭിച്ച ദിവസം മുതൽ കർത്താവ് എനിക്ക് വിശുദ്ധി തന്ന് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഒന്ന് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, ആരാണിത് പറയുന്നത്? ഇത് നമ്മളെപ്പോലെ പ്രായമുള്ളവരല്ല, ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്. കർത്താവ് എനിക്ക് വിശുദ്ധി തന്ന്, അതായത് ബൈബിൾ സ്റ്റഡി തുടങ്ങിയ ഡേ 1 മുതൽ, ആദ്യത്തെ ദിവസം മുതൽ എനിക്ക് കർത്താവ് വിശുദ്ധി തന്ന് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ചെന്നൈയിൽ നിന്ന് ഒരു പെൺകുട്ടി മൗണ്ട് കാർമലിൽ എത്തി. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഞാൻ വളരെയധികം എൻ്റെ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാൻ, പ്രത്യേകിച്ച് ജഡിക മേഖലയിൽ, ശരീരത്തിൻ്റെ മേഖലയിൽ വിശുദ്ധി പാലിക്കാൻ ഞാൻ വളരെ പ്രയാസപ്പെട്ടിരുന്ന ഒരാളാണ്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ വളരെയധികം തഴക്കദോഷങ്ങളുടെ അടിമയായിരുന്നു. എനിക്ക് ഒട്ടും അധികം എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ വീട്ടുകാരൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ഇതിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കണം. എൻ്റെ തലയിൽ എപ്പോഴും പന്നച്ചിന്തകളെ വരൂ. എനിക്കെപ്പോഴും അത്തരം പാപം ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വചനം കേട്ടത്. ഞാൻ മത്തായിയുടെ സുവിശേഷം അച്ഛൻ ബൈബിള് പഠിപ്പിച്ചത്
എല്ലാ ദിവസവും ഓരോ അധ്യായം വെച്ച് ഞാൻ ബൈബിൾ സ്റ്റഡിയിൽ പങ്കുചേരാൻ തുടങ്ങി. ആ പെൺകുട്ടി എന്നോട് പറയുകയാണ്, അച്ഛാ, ഇന്ന് എനിക്ക് ആ മേഖലയിൽ പരിപൂർണമായ വിജയം ഈശോ തരിക മാത്രമല്ല, ഞാൻ ഒരു കോൺവെൻറ്റിൽ ചേർന്ന് സിസ്റ്ററാവാൻ തീരുമാനിച്ച് എന്നെ അയച്ചിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങാൻ മൗണ്ട് കാർമേലിൽ വന്നിരിക്കുകയാണ്. അവൾ അടുത്ത വർഷം സിസ്റ്ററാവും. ഇപ്പോൾ അവളുടെ പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത വർഷം സിസ്റ്ററാവും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ദൈവത്തിൻ്റെ സദ്വാർത്ത, സുവിശേഷം, എവിടെ സുവിശേഷം ഒരു വ്യക്തി ഗൗരവമായി എടുക്കുന്നോ അവിടെ കർത്താവ് ഇറങ്ങി വന്ന് കർത്താവ് തന്നെയാണ് സ്പർശിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ടിരിക്കുമ്പോൾ ഈശോ പറയുകയാണ്, പീഡിതരെ സദ്വാർത്ത അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവം സംസാരിക്കുമ്പോൾ കർത്താവ് സംസാരിച്ചതിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാവും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാവും. ഒരു ആമയും പറഞ്ഞേ. ആമയും പറയണം അങ്ങനെ കേട്ടോ. ഒരു വാഗ്ദാനം എവിടെ കേട്ടാലും, ഒരു പ്രവചനം എവിടെ കേട്ടാലും അപ്പം ചാടി പിടിച്ചോണം. ആമയും പറയണം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ഈശോ ഇങ്ങനെ പറയുകയാണ്, പീഡിതരെ സദ്വാർത്ത അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അടുത്ത വാക്യം, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാൻ. അതാണ് അടുത്ത കാര്യം, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാൻ. ഞാൻ കോളേജിൽ പഠിപ്പിച്ചതാണ് ആ കുട്ടിയെ, മാറി മനസ്സിലായിരിക്കുമ്പോൾ. അപ്പോൾ കുറേ കാലത്തേക്ക് പിന്നെ അവളെക്കുറിച്ച്, ക്ലാസ്സിലെ നല്ല മിടുക്കി കുട്ടിയായിരുന്നു, കുറേ കാലത്തേക്ക് അവളെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല, യാതൊരു അറിവും. അപ്പം ഞാൻ പിന്നെ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് മറന്നുപോയി. പിന്നെ ഒരിക്കലും അവളുടെ അമ്മ എൻ്റെ അടുത്ത് വന്നു. അമ്മ പറഞ്ഞു, അച്ഛാ, എൻ്റെ കുട്ടി വളരെ ഒരു തകർച്ചയിലാണ്, അവൾ കടുത്ത ഡിപ്രഷന് അടിമയാണ്, അവൾക്ക് ഒരു സന്തോഷമില്ല, മരുന്ന് ഞാൻ സൈക്കാട്രിക് മരുന്ന് കൊടുക്കാൻ തുടങ്ങി. അച്ഛാ, എൻ്റെ കുട്ടിക്ക് എനിക്ക് മരുന്ന് കൊടുക്കണ്ട, അച്ഛാ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ അവളൊന്ന് വിളിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്നെ വിളിച്ചില്ല, എനിക്കൊരു മെസ്സേജ് ഇട്ടു. അപ്പം ഞാൻ പറഞ്ഞു, നീ അപ്പോൾ അന്ന് അവൾ കേരളത്തിലില്ല. ഞാൻ പറഞ്ഞു, നീ വരുമ്പോൾ എന്നെ വന്ന് കാണുക. അങ്ങനെ അവൾ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, എനിക്ക് ജീവിക്കണമെന്നേ ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ജീവിക്കണമെന്നേ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഇത്തിരി കൂടുതൽ സമയം സംസാരിക്കണം, ഇന്ന് എനിക്ക് ഒട്ടും സമയമില്ല, ഞാൻ ഏതായാലും ഒന്ന് പ്രാർത്ഥിക്കട്ടെ, നീ പൊക്കോ, ഞാൻ സമയം പോലെ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് പെട്ടെന്ന് പ്രാർത്ഥിച്ചു വിട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ വിശ്രമിക്കാൻ വേണ്ടി മുറിയിലേക്ക് പോയപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈ കുട്ടിയെ ഓർമ്മ വന്നു. ഞാൻ വേഗം ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ ഫോൺ എടുത്തിട്ട് പിന്നെ ഞാൻ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. നീ ഓക്കെ ആണോ? പെട്ടെന്ന് നിന്നെ ഓർമ്മിപ്പിച്ചു പരിശുദ്ധാത്മാവ്, നീ ഓക്കെ ആണോ? അപ്പോൾ എൻ്റെ അടുത്ത് അവൾ പറഞ്ഞു, ഞാൻ ഓക്കെ ആണച്ചാന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു. പെട്ടെന്ന് എനിക്കൊരു മെസ്സേജ് വന്നു, എന്നുവെച്ചാൽ ഞാൻ നുണ പറഞ്ഞാണ്, ഞാൻ ഓക്കെ അല്ല. ഞാൻ പറഞ്ഞു, അത് ഒരു ശനിയാഴ്ചയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നാളെ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോയിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ധ്യാനകേന്ദ്രത്തിൽ കാണും, നീ അങ്ങോട്ട് വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം അവൾ വരുമ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഇന്നലെ എന്നെ വിളിച്ചില്ലേ? ആ സമയത്ത് ഞാൻ ബാത്റൂമിൽ കയറി ബക്കറ്റിൽ വെള്ളം തുറന്നു വിട്ടിട്ട് എൻ്റെ കൈ ബക്കറ്റിനകത്തേക്ക് വെച്ച് ബ്ലേഡ് എടുത്ത് മുറിക്കാൻ തുടങ്ങായിരുന്നു. എനിക്ക് അതായത് ഒരു ഗ്ലാസ് വെള്ളം ഈ ജഗ്ഗിനകത്തെടുത്ത് ഈ കിടക്കുന്ന കട്ടിലിൻ്റെ അടുത്ത് വച്ചിട്ടുണ്ട്. പക്ഷെ അതെടുത്ത് ഒഴിച്ച് കുടിക്കാൻ പോലും എന്നെക്കൊണ്ട് കഴിവില്ല. എനിക്ക് വെള്ളം വേണമെന്നുണ്ട്, പക്ഷേ എനിക്ക് അതിന് പോലുമുള്ള ശേഷിയില്ല. ഞാൻ ഓർക്കുകയാണ്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? അങ്ങനെ ഞാൻ മരിക്കാൻ വേണ്ടി, എൻ്റെ കൈ മുറിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറി കൈ മുറിക്കാൻ തുടങ്ങുമ്പോഴാണ് ബെല്ലടിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയെ അങ്ങനെ ആരോടും ഒരു സമ്പർക്കമില്ല, അങ്ങനെ വളരെ അടച്ച് ജീവിക്കുകയാണ്. അപ്പോൾ ആരാണ് എന്നെ വിളിക്കാൻ? അമ്മ മാത്രമേ വിളിക്കത്തുള്ളൂ, വിളിച്ചാലും അമ്മ ഇവിടെ ഉണ്ട്, പിന്നെ ആരെന്നെ വിളിക്കാനാണ് എന്നോർത്തിട്ട് ഫോൺ എടുക്കുമ്പോഴാണ്, ഞാൻ അന്ന് വരെ ആ കുട്ടിയെ ഞാൻ കോളേജിൽ പഠിപ്പിച്ച സമയത്തും വിളിച്ചിട്ടില്ല, അതിന് ശേഷവും വിളിച്ചിട്ടില്ല. എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞപ്പോൾ വിളിച്ചില്ല അവൾ. ഞാൻ പറഞ്ഞില്ലേ, മെസ്സേജ് അയച്ചതേ ഉള്ളൂ. പിന്നെ വന്ന് കാണാൻ പറഞ്ഞത്, മെസ്സേജ് അയച്ചതേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങോട്ട് എനിക്കിങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടേ ഇല്ല, ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വിളിക്കുന്നത്.
അപ്പോൾ എന്നോട് പറയുകയാണ്, അച്ഛാ അതെന്നെ അത്ഭുതകരമായിട്ട് എന്നെ വല്ലാതെ എന്നെ നടുക്കിക്കളഞ്ഞു. കാരണം ഞാൻ മരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അച്ഛൻ്റെ ഫോൺ വരികയാണ്. അപ്പോൾ അച്ഛൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ലെന്ന്, പക്ഷേ എനിക്ക് ശരിക്കും പറ്റും, ഞാൻ മരിക്കത്തേ ഉള്ള അച്ഛാന്ന് പറഞ്ഞു. ഞാൻ ആ കുട്ടിയോട് കുറേ സമയം സംസാരിച്ചു, അതിനെ കുറേ സമയം കേട്ടിട്ട് ഞാനൊരൊറ്റ കാര്യം പറഞ്ഞു. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു, നിനക്ക് ബൈബിൾ വായിക്കാമോ? അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ അച്ഛനോടൊരു കാര്യം പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നത് എനിക്ക് സങ്കടമാണ്. എന്നെക്കൊണ്ട് വായിക്കാനൊന്നും പറ്റില്ല അച്ഛാ, എന്നെക്കൊണ്ട് വായിക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ ടീച്ചറല്ലേ, എന്നെ പഠിപ്പിച്ചല്ലേ, ഞാൻ പറഞ്ഞതിൻ്റെ പേര് വായിക്കാവോ? അച്ഛാ എനിക്ക് വായിക്കാൻ പറ്റത്തില്ല അച്ഛാ. ഞാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ ടീച്ചറല്ലേ, ഞാൻ പറഞ്ഞതിൻ്റെ പേര് വായിക്കാവോ? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ വായിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു പാരഗ്രാഫ് വായിച്ചാൽ മതി, ഒരു പാരഗ്രാഫ്. പ്രിയപ്പെട്ടവരെ, ആ നിർബന്ധത്തിന് വഴങ്ങി ആ കുട്ടി പിറ്റേ ദിവസം മുതൽ ബൈബിൾ വായിച്ചു തുടങ്ങി. ഇന്നെനിക്കറിയാം, ഇന്ന് എനിക്കൊരു പ്രാർത്ഥന വേണമെങ്കിൽ ഞാൻ ആ കുട്ടിയെ വിളിച്ചിട്ടാണ് പറയുന്നത്, എനിക്കൊരു പ്രശ്നമുണ്ട്, നീ പ്രാർത്ഥിക്കണം. അത്രയും ആഴമായ ദൈവബന്ധത്തിലേക്ക് ആ മകളെ ദൈവം വളർത്തി. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഞാൻ പറയുകയാണ്, ഇന്നും കൂടി ഞാൻ രാവിലെ പറഞ്ഞു, ഇത് എൻ്റെ സൗണ്ട് പോയി, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ആ കുട്ടി പ്രാർത്ഥിച്ചാൽ നടക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് അത്രയും, അത് മാത്രമല്ല അസാധാരണമായ ദർശനവരം ദൈവം തുറന്നു കൊടുത്തു എന്ന് പറഞ്ഞാൽ, വളരെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് അയാളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ഒരു സംഭവം തുറന്നും കൊടുത്തു. ഇതെല്ലാം സംഭവിക്കുന്നത് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇത് എല്ലാം ഇതിനകത്തു നിന്നാണ്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഈ തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കും. സദ്വാർത്ത, പീഡിതരെ സദ്വാർത്ത അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. 2-ാമത്തെ വാക്യം ഉറക്കെ വായിക്കാം, ഉച്ചത്തിൽ. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും. നിർത്തിക്കേ, തടവുകാർക്ക് മോചനം. അതായത് തടവറയിൽ കിടക്കുന്നവർക്ക് മോചനം. എനിക്ക് പരിചയമുള്ള ഒരമ്മ ഈ പ്രദേശത്താണ്, സ്ഥലം ഞാൻ പറയുന്നില്ല, ഈ പ്രദേശത്താണ്. അപ്പോൾ അമ്മച്ചിയാണ്, ഭർത്താവ് മരിച്ചുപോയി, അമ്മ തന്നെയുള്ളൂ, 2 പെൺമക്കളാണ്. അപ്പോൾ അമ്മ വന്ന് എന്നോട് അവിടെ വരും. അവിടെ വന്നിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അച്ഛാ എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, 2 പേർക്കും പ്രയാസങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഒത്തിരി കണ്ണുനീരോടെ ആ അമ്മ അവരുടെ വിഷമമൊക്കെ പറയും. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ 2-ാമത്തെ കുട്ടി, 2-ാമത്തെ മകൾ, 2 പേരും കുടുംബജീവൻ നയിക്കുന്നവരാണ്, വലിയ പിള്ളേരാണ്. എൻ്റെ 2-ാമത്തെ മകൾ, അച്ഛാ ഞാൻ ദൈവത്തോട് ചേർത്ത് വളർത്തിയതാണ്, പക്ഷേ ഇപ്പോൾ അവൾക്ക് വിശ്വാസമില്ല, അവൾക്ക് പ്രാർത്ഥനയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മച്ചി നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് എപ്പോഴെങ്കിലും അവളെ ഇവിടെ കൊണ്ടുവരും. അങ്ങനെ ഇരിക്കുക, അവൾ അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ അവളുടെ വികാരിയച്ഛൻ ഞങ്ങളടുപ്പമുള്ളവരാണ്. അവളുടെ വികാരിയച്ഛൻ പറഞ്ഞു, ഡാനിയേലച്ഛൻ്റെ ധ്യാനമുണ്ട്, നീ പോയി ധ്യാനം കൂടെ. അവൾ പറഞ്ഞില്ല, എനിക്ക് സമയമില്ല എനിക്ക് സമയമില്ല, ഞാൻ ഒരുപാട് ധ്യാനമൊക്കെ കൂടിയിട്ടുള്ളതാണ്, എനിക്ക് സമയമില്ല, എനിക്ക് നാളെ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം അവിടെ ധ്യാനം തുടങ്ങുകയാണ്. പിറ്റേ ദിവസം ധ്യാനം തുടങ്ങുമ്പോൾ അവൾക്ക് ആ ധ്യാനം തുടങ്ങുന്ന ദിവസമാണ് അവളുടെ രാജ്യത്തേക്ക്, അവൾ ജോലി ചെയ്യുന്ന രാജ്യത്തേക്ക് തിരിച്ചു പോകേണ്ടത്. അപ്പോൾ അവളുടെ വിസ റിന്യൂ ചെയ്യാൻ കൊടുത്തിട്ട് വിസ വന്നിട്ടില്ല, നാളെ വരും, ടിക്കറ്റൊക്കെ റെഡിയാണ്, പോകണം. എന്തെന്നറിയാം, അന്ന് വൈകുന്നേരം, അതായത് തലേന്ന് വികാരിയച്ഛൻ പറയുന്നതിൻ്റെ അന്ന് വൈകുന്നേരം അവൾക്ക് മെസ്സേജ് കിട്ടി, ഇമെയിൽ കിട്ടി, അവളുടെ വിസ ആ ഗവൺമെൻറ് റിജക്റ്റ് ചെയ്തു, നിനക്ക് വിസ തരുത്തില്ലെന്ന് ആ രാജ്യം പറഞ്ഞു. അവൾ വളരെ പ്രയാസത്തോടെ വന്നു, എൻ്റെ വിസ. ഞാൻ പറഞ്ഞു, നീ ധ്യാനം കൂടിക്കോ, വിസയൊക്കെ വരും, നീ ധ്യാനം കൂടിക്കോ. അവൾ ധ്യാനം കൂടി. 4 ദിവസം കഴിഞ്ഞ് പോകാൻ നേരം അവൾ വന്ന് നിർബന്ധിച്ച്, അവിടെയുള്ളവർ എനിക്ക് തിരക്കാണ്, ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ബലം പ്രയോഗിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട്
എന്നോട് പറഞ്ഞു, ഞാൻ ഈ ദിവസങ്ങളിൽ വചനം കേട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ആത്മാവ് നിശ്ചയമായും നരകത്തിൽ ചെന്ന് നിന്നേനെ. ഈ വചനങ്ങൾ ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നരകത്തിൽ ചെന്ന് നിന്നേനെ. എനിക്ക് ഒത്തിരി വിശ്വാസം ഉണ്ടായിരുന്ന ആളാണ്. എല്ലാം പോയി ഞാൻ വല്ലാത്തൊരു നരകിച്ച അവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എനിക്കതൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഞാൻ ചിന്തിച്ചിരുന്നത് ഞാൻ പോകുന്ന വഴിയെല്ലാം ശരിയാണെന്നായിരുന്നു. ബൈബിൾ പറയുന്നുണ്ട്, ശരിയെന്ന് നീ ചിന്തിക്കുന്ന വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം. അപ്പോൾ അവൾ വിചാരിച്ചുകൊണ്ടിരുന്നത് അവൾ പൊയ്ക്കൊണ്ടിരുന്നത് ശരിയായ വഴിയിലാണെന്നാണ്. എന്നാൽ അവൾ പറയുകയാണ്, എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം കിട്ടി, എനിക്ക് കർത്താവിനോടുള്ള സ്നേഹം തിരിച്ചു കിട്ടി. എനിക്കിനി പോയില്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ വഴി വെച്ച് കണ്ടു. എന്നോട് പറയുകയാണ്, അച്ഛനെ എനിക്ക് വിസ കിട്ടാൻ പ്രാർത്ഥിക്കല്ലേ, ഞാൻ പോകണില്ല. ഞാൻ ഇവിടെങ്ങാണ്ട് ഒരു ചെറിയ ജോലി, എനിക്കത് മതി, ഞാൻ പോകണില്ല. എനിക്ക് ഇവിടെ വന്ന് കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ചാൽ മതി. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയ സഹോദരങ്ങളെ, തടവറയിൽ കിടന്നവരാണ്. എനിക്ക് ഒത്തിരി ഓർമ്മകളുണ്ട്, ഒരുപാട് ഓർമ്മകൾ. എന്നോട് ഒരു കൊലപാതക കേസിൽ പ്രതിയായി ശിക്ഷ കാത്തു കിടക്കുന്ന ഒരു ആൾ എന്നോട് പറഞ്ഞു, അവിടെ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളുടെ മീതെ തകർച്ചകളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ദൈവമേ, എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നെനിക്ക് മനസ്സിലായത്. 1000 ഉദാഹരണങ്ങൾ പറയാം. തടവറയിലാണ്, നമ്മൾ അറിയില്ല. അതായത് നമ്മൾ തടവറയിലാണ് കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അമ്മച്ചിക്ക് മനസ്സിലായോ? അതായത് നമ്മൾ ജയിലിനകത്താണ് കിടക്കുന്നത്. പക്ഷേ ജയിലിനകത്താന്ന് നമുക്ക് സാത്താൻ നമ്മളോട് പറഞ്ഞു തരും, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ്. അതായത് വചനം പറയുന്നുണ്ട്, ഒരു വചനം വായിക്കാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം. ഈ യെശയ്യായിലേക്ക് തിരിച്ചു വരണം കേട്ടോ. യോഹന്നാൻ്റെ 1-ാം ലേഖനം, യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 2-ാം അധ്യായം 11-ാമത്തെ വാക്യം കിട്ടിയവരൊന്ന് ഉറക്കെ വായിച്ചേ. എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ, എന്നോട് വായിച്ചേ, തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്. അതായത് വെറുപ്പുള്ള ഒരാൾ ഇരുട്ടിലാണ്. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ പോൾസൺ ബ്രദറും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ആ സ്ഥലത്ത് ഈ മൈക്കും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ മൈക്കൊക്കെ കൊണ്ടാണ് പോയത്, സ്പീക്കറും എല്ലാം. അപ്പോൾ ഈ സ്പീക്കർ എടുത്ത് വെക്കണം, പിന്നെ മിക്സർ എടുത്ത് വെക്കണം, പിന്നെ അതിൻ്റെ സ്റ്റാൻഡ് എടുത്ത് വെക്കണം, പിന്നെ കീബോർഡ് എടുത്ത് വെക്കണം. അപ്പം ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഓടി വന്നു. ഈ ആൾ വന്ന് കേട്ടോണേ, ഈ ആൾ വന്ന് എൻ്റെ അടുത്തേക്ക് നിൽക്കുന്നതും എൻ്റെ അടുത്തോട്ട് നിന്നതും എന്നിലൊരു മാറ്റം ഉണ്ടായി. വളരെ വിചിത്രമായൊരു മാറ്റം. എന്തെന്നറിയാം? എനിക്ക് ഈ പോൾസൺ ചേട്ടനെ തല്ലാൻ തോന്നുകയാണ്. ഈ ആൾ വന്ന് എൻ്റെ അടുത്ത് നിന്ന മിനിറ്റ് മുതൽ ഞാൻ മാറുകയാണ്. എനിക്ക് ഈ പോൾസൺ ചേട്ടനെ അടിക്കാൻ തോന്നുകയാണ്. അതായത് ഈ പുള്ളി എന്തായി കാണിക്കുന്നത് എനിക്ക് തോന്നുകയാണ്. പുള്ളി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ആ പുള്ളിയോട് ഭയങ്കര അരിശം വരികയാണ്, ദേഷ്യം വരികയാണ്, തല്ലാൻ തോന്നുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ എന്താ ഇത്? അപ്പം ഞാൻ ഈ സാധനങ്ങൾ ചുമന്നുകൊണ്ട് കൊണ്ടുവെക്കാൻ സഹായിക്കാൻ വന്ന വ്യക്തിയെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരോടെങ്കിലും കടുത്ത വെറുപ്പിലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ആൾ എന്നോട് പറഞ്ഞു, 35 കൊല്ലമായിട്ട് എൻ്റെ സഹോദരനോട് ഞാൻ മിണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ പ്രാർത്ഥനക്കാരനാ, പള്ളിയിലെ വലിയ ആളാ. ഇരുട്ടിലാണെന്ന് അറിഞ്ഞൂടാ. കണ്ടോ, ഇരുട്ട് നമ്മുടെ അടുത്തോട്ട് ചാടി കയറിയുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ഇരുട്ട് നമ്മുടെ അടുത്തയാൾ വന്നിരിക്കുമ്പോൾ നമ്മുടെ അടുത്തോട്ട് കയറുകയാണ് ഈ ഇരുട്ട്. ഒരു തെറ്റും ചെയ്യാത്ത ഈ പാട്ടുകാരനെ എനിക്ക് അടിക്കാൻ തോന്നുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇരുട്ടിലാണെന്ന് അറിഞ്ഞുകൂടാ. സഹോദരനെ വെറുക്കുന്നവൻ പറ ഇരുട്ടിലാണ്. വായിച്ചേ, 1 യോഹന്നാൻ 2-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു. മനസ്സിലായി? പള്ളി വരും, പ്രാർത്ഥിക്കും, വിശുദ്ധ കുർബാന സ്വീകരിക്കും, സൺഡേ സ്കൂൾ പഠിപ്പിക്കും,
മാതൃസമാജത്തിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ഖജാൻജിയോ ആയിരിക്കും, യൂത്തിൻ്റെ ലീഡറായിരിക്കും, ഇതെല്ലാം ആവാം. പക്ഷേ എവിടാണ്? ഇരുട്ടിലാവാം. ഇരുട്ടിൽ ആണെന്ന് ഞാൻ പറഞ്ഞില്ല, ആവാം, ഇരുട്ടിലാവാം. സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു. അടുത്ത വാക്യം ഉറക്കെ വായിക്കാമോ? ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. അപ്പം ഇങ്ങനൊരവസ്ഥയുണ്ട്. അതായത് നമ്മൾ വിചാരിക്കും നമ്മൾ പോകുന്ന വഴി കറക്റ്റാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മൗണ്ട് കാർമലിൽ യൂത്തിൻ്റെ ധ്യാനം നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയാണ്, ഞാനിങ്ങനെ പറയും, ഈശോയെക്കുറിച്ച് യൂത്തിനോട് പറയുകയാണ്. ഞാൻ പറയുകയാണ്, കർത്താവ് പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. അപ്പോൾ ഞാനങ്ങനെ പറയുമ്പോൾ ഞാൻ കാണുന്നുണ്ട് ഒരു കുട്ടി ഇരുന്ന് വല്ലാതെ ഇങ്ങനെ വിറയ്ക്കുക. അത് കേൾക്കുമ്പോൾ ഒരു മൂന്നാമത്തെ കസേരയിൽ ഒന്നാമതിരിക്കുന്ന കുട്ടി ഇങ്ങനെ ഇരുന്ന് വല്ലാതിരുന്ന് എന്തോ വേവലാതി വന്ന പോലെ വിറയ്ക്കുക. ഞാൻ ആ വചനം വ്യാഖ്യാനിച്ചു. ഞാൻ പറഞ്ഞു, ഈശോ പറഞ്ഞു, ദറ്റ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഈശോ പറഞ്ഞു, ഞാൻ മാത്രമാണ് വഴി, ഞാൻ മാത്രമാണ് സത്യം, ഞാൻ മാത്രമാണ് ജീവൻ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി വേറെ ഒരു വഴിയുമില്ല, ഒരു വഴിയുമില്ല. യേശു മാത്രമാണ് നിത്യതയിലേക്കുള്ള ഏക മാർഗം. ഇത് ഞാൻ പറയുമ്പോൾ ഈ കുട്ടി വല്ലാതെ അസ്വസ്ഥയാവുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഓടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിപ്പോൾ സംസാരിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചോളാം. ഇല്ലില്ല, എനിക്കിപ്പം ഇപ്പം പറഞ്ഞേ പറ്റൂ, ഞാൻ ചത്തുപോവും. ഞാൻ സംസാരിച്ചപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, 6 വർഷമായി ഞാൻ ഒരു മുസ്ലിം ചെറുപ്പക്കാരനുമായി പ്രേമത്തിലാണ്. 6 വർഷമായി. അച്ഛാ, ആ ചെറുപ്പക്കാരൻ എനിക്ക് അയച്ചു തന്ന വീഡിയോകളും ലീഫ്ലെറ്റുകളും പിന്നെ അതുമായി ബന്ധപ്പെട്ട ലിറ്ററേച്ചറും എല്ലാം വായിച്ച് എനിക്ക് ബൈബിളിലും വിശ്വാസമില്ല, യേശുവിലും വിശ്വാസമില്ല, പ്രാർത്ഥനയിലും വിശ്വാസമില്ല. അച്ഛനോട് മാത്രമായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാനിരിക്കുക. എൻ്റെ അച്ഛൻ ആ വചനം വായിച്ചില്ലേ? വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എൻ്റെ എനിക്കറിയാൻ പാടില്ല, എൻ്റെ തലയിലോട്ട് എന്തോ വന്ന് വീണു. എൻ്റെ തലയിലേക്ക് എന്തോ വന്ന് വീഴുമ്പോൾ എൻ്റെ തലയിൽ നിന്ന് വേറെന്തോ ഒന്ന് പോയി. എൻ്റെ എനിക്ക് ഈശോയെ വേണം, എനിക്ക് ഈശോയെ വിട്ടിട്ടൊരു കല്യാണം വേണ്ട, എനിക്ക് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടൊരു കുടുംബജീവിതം വേണ്ട. അച്ഛാ, ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു വരികയാണ്, എനിക്കത് വേണ്ട, എനിക്ക് ഈശോ മതി. പറഞ്ഞ ഹല്ലേലൂയ. ധ്യാനം കഴിഞ്ഞാൽ മകൾ മടങ്ങിപ്പോകുന്നത് ആ ബന്ധം എന്നേക്കുമായി ഉപേക്ഷിച്ചിട്ടാണ്. യേശുവിനെ തള്ളി പറഞ്ഞ് എന്തെന്നറിയാം, ഈ തലയ്ക്കകത്ത് ഇരുട്ട് കിടക്കുമ്പോൾ എന്താണ് അവസ്ഥയെന്നറിയില്ല. മാതാപിതാക്കന്മാർ പറയും, മക്കളെ ഇത് പോകുന്ന വഴി ശരിയല്ല, മനസ്സിലാവത്തില്ല. കൂട്ടുകാർ പറയും, വികാരിയച്ഛൻ പറയും, അല്ലെങ്കിൽ കൂടെയുള്ളവർ പറയും, മനസ്സിലാവത്തില്ല. എന്താ കാര്യം എന്നറിയാം? അന്ധകാരം തല കിടക്കണം, അന്ധകാരം, ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ, ഒന്നുകൂടെ വായിക്കാമോ? ഇരുട്ട് നിങ്ങൾ ഉറക്കം വായിക്കുക, എനിക്ക് സ്വരമില്ല, നിങ്ങൾ ഉറക്കം വായിക്കേ. ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. മറ്റൊരു വചനം വായിക്കുക, സുഭാഷിതങ്ങൾ അധ്യായം 16 വാക്യം 25. സുഭാഷിതങ്ങൾ അധ്യായം 16 വാക്യം 25 വായിക്കാമോ? സുഭാഷിതം 16:25 വായിച്ചേ, ഉറക്കെ വായിക്കേ. ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം. ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം. അത് മനസ്സിലാക്കിക്കോണം കേട്ടോ. അതായത് ഈ തകർച്ചയിൽ കിടക്കുന്ന സമയത്ത് മനസ്സിലാവത്തില്ല, ഇത് തെറ്റായ വഴിയാണെന്ന് മനസ്സിലാവത്തില്ല. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് കഴിഞ്ഞ ഒരാഴ്ച പോലും ആയിട്ടില്ല ഒരു മനുഷ്യൻ അമേരിക്കയിലെ ഏതോ ഒരു സ്റ്റേറ്റിൽ നിന്ന് വിളിച്ചു. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫോണിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്നെ സഹായിക്കണം, എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ സഹായിക്കണം. അപ്പോൾ ഞാൻ തിരക്കെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ ഞാൻ തിരിച്ച് മെസ്സേജ് ഇട്ടു, ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത സമയമാണ്,
അതുകൊണ്ട് നാളെ രാവിലെ 9 മണിക്ക്, ഇന്ത്യൻ സമയം 9 മണിക്ക് വിളിക്കാമോ ചോദിച്ചു. വിളിക്കാമെന്ന് പറഞ്ഞു. വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോഴാണ് ഈ മനുഷ്യൻ പറയുന്നത്, അച്ഛാ ഞാൻ ഭയങ്കര മദ്യപാനത്തിന് അടിമയാണ് അച്ഛാ, എനിക്ക് ഒരു ദൈവ ബന്ധമില്ല, എന്നാലും ഞാൻ വചനം കേട്ടു. ഞാൻ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മാറണം അച്ഛാ, എന്നെ ഫോണിൽ കൂടെ കുമ്പസാരിപ്പിക്കാവോ? ഞാൻ പറഞ്ഞു, ഫോണിൽ കൂടെ കുമ്പസാരം ഇല്ലല്ലോടാ മോനെ, നീ പോയി നേരിട്ട് പോയി കുമ്പസാരിച്ചു. നിൻ്റെ ഒരു സമാധാനത്തിന് നീ പറഞ്ഞു എൻ്റെ അടുത്ത് നിനക്ക് എന്നാ പറയാനുള്ള എന്നൊക്കെ. പക്ഷേ കുമ്പസാരം ശരിക്കും നേരിട്ടാണ്, അത് നീ പോയി അച്ഛൻ്റെ അടുത്ത് പോയി നടത്തണം. അപ്പോൾ അവന് ഒത്തിരി പ്രയാസം, അവൻ്റെ ബലഹീനതകളൊക്കെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് അവന് പിന്നീട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അവൻ പറയുകയാണ്, ഐ എം റിസ്റ്റോർഡ്. അവന് എഴുതുന്ന വാചകതാണ്, ഐ എം റിസ്റ്റോർഡ്. ഞാൻ റെസ്റ്റോർ ചെയ്യപ്പെട്ടു, ഞാൻ റെഡിയായി, ഞാൻ ശരിയായി. കണ്ടോ? അതായത് അത്രയും കാലം ഇപ്പോൾ ഈ തലയ്ക്കകത്തേക്ക് വെളിച്ചം വന്നത് എന്താണ്? ബിസിനസ് തകർന്നു, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, കുടുംബത്തിൽ പ്രശ്നമായി, ഒരു സമാധാനമില്ല, കുടുംബജീവിതം തകർച്ചയിലായി. ആ അവസ്ഥയിൽ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്താണ് തകർച്ചയിലാണെന്ന് മനസ്സിലായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവ് ഇന്ന് രാത്രി നമ്മളോട് പറയുകയാണ്, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും. അപ്പം നമുക്ക് യെശയ്യായിലേക്ക് തിരിച്ചു വരിക. യെശയ്യാ പ്രവചനം എത്രയായിരുന്നു? 61 വാക്യം 2. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനം. തടവുകാർക്ക് മോചനം, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. തടവറയിലാണ് കിടക്കുന്നതെന്ന് അറിയാത്ത അവസ്ഥ. ഇനി അടുത്തത് ബന്ധിതർക്ക് സ്വാതന്ത്ര്യം. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ബന്ധിതർ എന്ന് പറഞ്ഞാൽ അത് അവരുടെ കുറ്റം കൊണ്ടാവണമെന്നില്ല, ബന്ധനാവസ്ഥയിലാണ്. അത് ചിലപ്പോൾ പൂർവികരുടെ വഴിയിലൂടെ വന്നതാവാം, ചിലപ്പോൾ ഏതെങ്കിലും മറ്റ് സാഹചര്യങ്ങളിലൂടെയൊക്കെ വന്നതാവാം. എങ്ങനെ ആയിക്കോട്ടെ, ബന്ധനാവസ്ഥയിലാണ്. അതായത് ചില ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ചില ആളുകൾക്ക് ബൈബിൾ വായിക്കാൻ പറ്റില്ല, ആഗ്രഹം കൊണ്ട് പറ്റില്ല. ഇപ്പം ഈ സ്തുതിക്കാനൊക്കെ പറയുന്ന സമയത്ത് വെറുതെ നിൽക്കുന്ന ആളുകളെ കാണാം, അവർക്ക് ഉള്ളിൽ നിന്ന് അത് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ചിലരെല്ലാം മറന്ന് സ്തുതിക്കുന്ന കാണാം. അപ്പോൾ ഒരു ബന്ധനാവസ്ഥയിൽ കിടക്കുന്ന ആളുകളുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും അങ്ങോട്ട് തുറവി കിട്ടത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരു മനുഷ്യൻ എന്നോട്, ഞാനൊരു വിദേശ രാജ്യത്ത് ചെന്നപ്പോൾ എന്നോട് ഒരു അമ്മ പറഞ്ഞു, അച്ഛാ എൻ്റെ മകളുടെ കുടുംബജീവിതം ആകെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ തിരുവനന്തപുരത്തല്ലേ, തിരുവനന്തപുരത്താണ് എൻ്റെ മകളുടെ ഈ ഭർത്താവ്. അവർ തമ്മിൽ ഇനി യോജിച്ചു പോകും തോന്നുന്നില്ല. അച്ഛന് എങ്ങനെങ്കിലും ഒന്ന് സംസാരിക്കാവോ, അവനോട് സംസാരിക്കാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അവനോട് ഞാൻ സംസാരിക്കാം. അപ്പോൾ പറഞ്ഞു, അച്ഛാ ഇപ്പം ഞങ്ങൾ കേസ് കൊടുത്ത് കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആൾ, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ അവിടെ തിരുവനന്തപുരത്തുണ്ട്. ആ പുള്ളി വന്ന് അച്ഛനെ കാണും. പുള്ളി നമ്മുടെ സഭയല്ല, വേറൊരു സഭയാണ്. പുള്ളി വന്ന് അച്ഛനെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ എന്നെ കാണാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരത്ത് വഴയില എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളിയിൽ ഒരു 3 ദിവസത്തെ വൈകുന്നേരം സായാഹ്ന ധ്യാനത്തിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ 1-ാമത്തെ ദിവസം തന്നെ ഇയാൾ വന്നിട്ട് ഞാൻ ചെന്ന ഉടനെ എന്നോട് പറഞ്ഞു, ഇന്ന ആളാണ്, ചേച്ചി പറഞ്ഞില്ലായിരുന്നോ ആ കേസ് സംസാരിക്കാം? അപ്പം ഞാൻ പറഞ്ഞു, സംസാരിക്കാം, ഞാനിത് കഴിഞ്ഞിട്ട് വരട്ടെ, കൺവെൻഷൻ കഴിഞ്ഞ് സംസാരിക്കാം. നിനക്ക് തിരക്കുണ്ടോ? ഇല്ല, തിരക്കില്ല, ഞാൻ ഈ പള്ളിയിൽ എപ്പോഴൊക്കെ വരുന്ന ആളാണ്, ഞാൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ അത് കഴിഞ്ഞ് മിണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ദിവസം ഈ മനുഷ്യൻ വെളിയിൽ നിന്ന്, ഈ പള്ളിയുടെ മുറ്റത്ത് നിന്ന് അവിടെയൊക്കെ നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അതിനിടയ്ക്ക് കുറച്ച് വചനം കേട്ടു. അപ്പോൾ അന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, നീ നാളെ വരാവോ, നമുക്ക് നാളെ സംസാരിക്കാം. അപ്പോൾ അവൻ പിറ്റേ ദിവസവും, വരാച്ചാ, എനിക്ക് വൈകുന്നേരം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വന്ന് മുറ്റത്തൊക്കെ നിന്ന് വചനം കേട്ടു. 3-ാമത്തെ ദിവസവും അന്ന് ഞാൻ സംസാരിച്ചില്ല. 3-ാമത്തെ ദിവസവും വന്നു. 3-ാമത്തെ ദിവസം വൈകുന്നേരം ഞാൻ അവനോട് സംസാരിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ ഇങ്ങനെയുള്ളതൊന്നും കേട്ടിട്ടേ ഇല്ലായിരുന്നു, ഈ വചനം. ഞാൻ ഈ മറ്റേ കേസ് പറയാൻ വന്നാ, പക്ഷേ അച്ഛൻ എന്നെ കാണാത്തതുകൊണ്ട് ഞാൻ ഈ മുറ്റത്തൊക്കെ നിന്ന് ആദ്യത്തെ ദിവസം കേട്ടില്ല, 2-ാമത്തെ ദിവസമൊക്കെ ഞാൻ കുറച്ച് കേട്ടു, 3-ാമത്തെ ദിവസം ശരിക്കും കേട്ടു. ഞാൻ ഇതൊന്നും കേട്ടിട്ടേ ഇല്ലായിരുന്നു. അച്ഛാ ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു നിങ്ങളുടെ കൂടെ. ഞാൻ പറഞ്ഞു, മറ്റേ കേസ് ആ കേസൊക്കെ പോട്ടത്, ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന് രോഗിയായി ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന കാലം വരെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെ സഹായിക്കാൻ ഉണ്ടായിരുന്നൊരവസ്ഥയിൽ ദൈവം അവനെ അത്ഭുതകരമായി മാറ്റിമറിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ പറയുന്ന പോലെയാണ്. അത് കർത്താവിൻ്റെ ഈ ബന്ധനാവസ്ഥ, ആ ബന്ധനാവസ്ഥയിലാണെന്ന് അവർക്ക് അറിയില്ല.
പ്രാർത്ഥിക്കാൻ പറ്റില്ലായിരുന്നു, മദ്യപാനിയായിരുന്നു, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരുന്നു, ആത്മീയ കാര്യങ്ങളോടൊരു തുറവിയില്ലായിരുന്നു. മനസ്സിലായോ? മറ്റ് ഈ പിന്നീടൊക്കെ കുറച്ച് പാകപ്പിഴയും ബലഹീനതകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്തെന്നറിയാം, ഒത്തിരി ദൈവസ്നേഹത്തിലേക്ക് വളർന്നു. പിന്നെ ഇടക്കാലത്തൊരിത്തിരി പ്രയാസമൊക്കെ വന്നെങ്കിലും വീണ്ടും കർത്താവ് തിരിച്ചു കൊണ്ടുവന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. കണ്ടോ ബന്ധനാവസ്ഥ? നമ്മൾ വിചാരിക്കും ഞാൻ പള്ളിയിൽ പോകുന്ന ആളല്ലേ, എനിക്ക് ഒരു ബന്ധനാവസ്ഥയില്ല, ആത്മീയ കാര്യങ്ങളിൽ കെട്ടപ്പെട്ടൊരവസ്ഥയാണ്. അപ്പോൾ അതാണ് പറയുന്നത്, ബന്ധിതർക്ക്. ഇതൊക്കെ ആരാ പറയണേ? ഈശോ. ആരോടാ പറയുന്നേ? ആ കൂട്ടുവായിട്ട ചേച്ചി പറഞ്ഞേ, ആരോടായി പറഞ്ഞേ? ആ കൂട്ടുവായിട്ട ചേച്ചി പറഞ്ഞേ, ആരോടായി പറയുന്നേ? ആരോടാ പറയുന്നേ? നമ്മളോടൊന്ന് പറയണ്ട, എന്നോടൊന്ന് പറഞ്ഞാൽ മതി. ആരോടാ പറയുന്നേ? എന്നോട് പറയാം. ഞാൻ വായിക്കുമ്പോൾ ഇത് എന്നോട് പറയുകയാണ്. കർത്താവ് പറയുകയാണ്, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഹൃദയം തകർന്നിരുന്ന ഒരവസ്ഥയിൽ നിങ്ങളെ ആശ്വസിപ്പിച്ചൊരു വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവക്ക്. ഉണ്ട്. നിങ്ങൾ തകർന്നിരുന്ന അവസ്ഥയിൽ നിങ്ങളെ സമാധാനിപ്പിച്ച ഒരു ദൈവശക്തി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൈവക്ക്. ഹല്ലേലൂയാ. അനേകരുടെ അനുഭവം അതാണ്. എൻ്റെ അനുഭവം അതാണ്, നിങ്ങളുടെ അനുഭവം അതാണ്. ഞാൻ ഓർക്കാനുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഈ പുസ്തകം ഉള്ളത് കൊണ്ടാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ, ഞാൻ മരിച്ചു പോകാത്തത് എന്തുകൊണ്ടാണ്? ഈ പുസ്തകം ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയാ. അപ്പോൾ എന്തോ ആവട്ടെ, അപ്പോൾ ഈശോ പറയുകയാണ്, ബന്ധിതർക്ക് സ്വാതന്ത്ര്യം, കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ ഈ വചനം ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആത്മാവിൽ കിട്ടിയ ഒരു വചനം ഇതായതുകൊണ്ടാണ് ഇത് ഞാൻ വായിക്കുന്നത്. അപ്പോൾ അതായത് നിങ്ങളിവിടെ ഇരിക്കുന്ന ഓരോ മകനും മകളും ഈ സന്ധ്യയിൽ നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കണം, എൻ്റെ കർത്താവ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത് ഈ കാര്യങ്ങൾ എന്നിൽ സംഭവിക്കാനാണ്. ഞാൻ ചോദിക്കാണ് നിങ്ങളോട്, ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയണം. അങ്ങനെ ചോദിച്ചാൽ, ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. അതായത് എൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കും. ഇനി മൂന്നാമത്തെ വാക്യം ഉറക്കെ വായിക്കാം. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യം. നിർത്തുക. വെണ്ണീർ എന്ന് പറഞ്ഞാൽ എന്താ? ചാരം. ചാരത്തിന് പകരം പുഷ്പമാല്യം. ചാരം എന്ന് പറഞ്ഞാൽ ഒരാൾ റെഡ്യൂസ്ഡ് ഇൻ ടു ആഷസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. റെഡ്യൂസ്ഡ് ഇൻ ടു ആഷസ് എന്ന് പറഞ്ഞാൽ അവൻ തീർന്നു എന്നാ. അവൻ തീർന്നു. ഇതാണ് ചാരം. അവൻ ചാരമായി, ചാമ്പലായിപ്പോയി എന്ന് പറഞ്ഞാൽ അവനില്ലെന്നെ. ഈ അവസ്ഥയിലുള്ള കുടുംബങ്ങളുണ്ട്. പിന്നെ 1% പോലും പ്രതീക്ഷയില്ലാത്ത കുടുംബങ്ങൾ, ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലുള്ളവർ, ജീവിതമുണ്ട്. അപ്പോൾ ഇതാണ് ചാരം. ഈ ചാരത്തിന് പകരം എന്ത് ദൈവം തരും? പൂമാലയിടുന്നത് എപ്പോഴാണ്? പൂമാലയിടുന്നത് അത്രയും സന്തോഷത്തിൻ്റെ സന്ദർഭത്തിലാണ്, അല്ലേ? കല്യാണത്തിന്, അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടി വരുമ്പോൾ അതിന് മാലയിടുന്നു, ഇല്ലേ? അപ്പോൾ മാലയിട്ട് സ്വീകരിക്കുന്നത് അത്രയും ആനന്ദത്തിൻ്റെ ഒരു സന്ദർഭത്തിലാണ്. അപ്പോൾ ജീവിതം മുഴുവൻ എഴുതിത്തള്ളപ്പെട്ട, ജീവിതം മുഴുവൻ ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയായ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന, വിരൽത്തുമ്പിൽ നിന്ന് വെള്ളം പോലെ ജീവിതം ഊർന്നുപോയി എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ദൈവം എന്ത് ചെയ്യും? ദൈവം ആനന്ദത്തിൻ്റെ ഒരു ജീവിതം തരും. ഒരാമയും പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ഇത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരും. ഹല്ലേലൂയാ. കാരണം എന്താണ്? സങ്കീർത്തനം പറയുന്നു, കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയണം. ഇതാരെങ്കിലും, ഞാൻ നിങ്ങളോട് എത്ര പാൽപ്പായസം, ഞാൻ പറയുകയാണ് പാൽപ്പായസം നല്ല 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 മധുരമുള്ളതാണെന്ന് ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. മനസ്സിലാകണമെങ്കിൽ നിങ്ങളത് രുചിച്ചറിയണം. ടേസ്റ്റ് നോ ദാറ്റ് ലോർഡ് ഈസ് ഗുഡ്. ടേസ്റ്റ് ചെയ്യണം. കർത്താവിനെ രുചിക്കണം. ആ കർത്താവ് നിങ്ങൾ മനസ്സിലാക്കിയോ, ദൈവം നല്ലവനാണ്, നല്ലവരിൽ നല്ലവനാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. കർത്താവ് നല്ലവരിൽ നല്ല, നീതിമാനായ ദൈവമാണ്. ദൈവം നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ, ദോഷമായിട്ടൊന്നും ചെയ്യില്ല. ഇപ്പം നമുക്ക് സങ്കടമായിട്ട് തോന്നുന്നത് പോലും നന്മയാക്കാൻ പറ്റുന്നവനാണ് അവിടുന്ന്. അതുകൊണ്ട് ജീവിതത്തെ കർത്താവ് വലിയൊരു ബ്ലെസ്സിങ്ങാക്കി മാറ്റും.
നിങ്ങൾ ഈ കൊട്ടാരക്കരയിലും പരിസര പ്രദേശങ്ങളിലും ജീവിക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടണം. ഹല്ലേലൂയ. ഒറ്റ കുടുംബം പോലും നശിച്ചു പോകാൻ ഇടയാവരുത്. ഒരു കുടുംബം പോലും തകർന്നു പോകാൻ ഇടയാവരുത്. അതായത് സാത്താൻ നശിപ്പിച്ച് കളയാൻ ഇടയാവരുത്. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വെണ്ണീറിന് പകരം പുഷ്പമാല്യവും, അടുത്തത് വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും. അതാണ് അടുത്തത്. വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലം. മനസ്സിലായ? കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ നിന്ന് ഒരുപാട് സന്തോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം. ഞാൻ ഇപ്പം ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു അപ്പൻ, ഒരു കുടുംബനാഥൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞില്ലായിരുന്നോ എൻ്റെ പ്രിയപ്പെട്ട ഒരാൾക്ക് കുഞ്ഞില്ലാന്ന്? അച്ഛാ, അത് ദൈവം പരിഹരിച്ചു, കർത്താവ് കുഞ്ഞിനെ തന്നു എന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ എന്നോട് ഒരു സഹോദരൻ പറഞ്ഞു. മനസ്സിലായോ? കഴിഞ്ഞ കൊല്ലം കണ്ടപ്പോൾ കരച്ചിലായിരുന്നു, ഇപ്പോൾ ആനന്ദത്തിൻ്റെ തൈലം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് എന്തോരം കാര്യങ്ങളാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുന്നത്. കർത്താവ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഈശോ കർത്താവിനോട് ഇങ്ങനെ ഒട്ടി നിൽക്കണം. ഒരിക്കലും കർത്താവിൻ്റെ അടുത്തുനിന്ന് മാറിപ്പോവരുത്. ഹൃദയം ദൈവത്തിൽ നിന്ന് അകറ്റി കളയരുത്. എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ ഉടനെ ദൈവത്തെ കൈവിട്ട് കളയരുത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആനന്ദത്തിൻ്റെ, വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും. അടുത്തത് ആ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടാണ്, തളർന്ന മനസ്സ്. അതിന് പറയാവുന്ന നിങ്ങൾക്ക് പരിചയമുള്ളൊരു വാക്ക് പറയാവോ? തളർന്ന മനസ്സ്. ചെറുപ്പക്കാർക്കൊക്കെ പറയാൻ പറ്റുമായിരിക്കും. തളർന്ന മനസ്സിന് നിങ്ങൾക്ക് പരിചയമുള്ളൊരു പര്യായപദം പറയാവോ? നിങ്ങൾ പറയുന്നവരെ ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. പറയാവോ? LKG പിള്ളേർ മുതൽ പറയുന്നൊരു വാക്കായിപ്പോൾ അത്. ഡിപ്രഷൻ ഒരുപാട് പേര് അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് ഡിപ്രഷൻ. എന്നോട് ഒരു കുട്ടി പറഞ്ഞു, അച്ഛാ, ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരാളുടെ അവസ്ഥ വെളിയിൽ നിൽക്കുന്ന ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. വീട്ടിൽ അമ്മ പറയും, നീ എഴുന്നേറ്റ് കുളിക്കടി, നിനക്ക് വല്ലതും വൃത്തിയായിട്ട് ചെയ്താലെന്താ, നിനക്ക് നന്നായിട്ട് പുറത്തേക്ക് ഒന്ന് പോയാലെന്താ, വല്ലൊരു മിണ്ടിയാലെന്താ. എൻ്റെ അച്ഛൻ ഇങ്ങനെ പറയാന്നേ ഉള്ളൂ. ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ അവസ്ഥ നിങ്ങൾക്ക് വെളിയിൽ നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാവത്തില്ല. ഇന്നിത് കൂടി വരികയാണ്. തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി. അത് ഭയങ്കര ഒരു വാക്കാണ്, മറക്കരുതേ. ദൈവം പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്കുകളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്താണ്? കർത്താവേ, തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി തരണമേ. പറയണം. വചനത്തിലെ വാക്കുകൾ എടുത്ത് പറയണം. കേട്ടോ മോളെ? അങ്ങനെ പറഞ്ഞാൽ സംഭവിക്കും. ഹല്ലേലൂയ. കാരണം നമ്മൾ നമ്മുടെ വാക്കല്ലല്ലോ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുമ്പോഴെല്ലാം വചനം എടുത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇത് നല്ലൊരു വാക്കാണ്. ഈ ചെറുപ്പക്കാരൊക്കെ കാണാതെ പഠിച്ചു വെച്ചോ. എല്ലാ ദിവസവും പറയണം, തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി തരണമേ. തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി തരണമേ എന്ന് പറഞ്ഞാൽ എന്താ? മടുത്തിരിക്കുന്നൊരവസ്ഥയിൽ നിന്ന് എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ഒരവസ്ഥ. ഞാൻ ഇതിന് ബൈബിളിൽ ഒരു ഉദാഹരണമുണ്ട് ഈ വചനത്തിന്. തളർന്ന മനസ്സും സ്തുതിയുടെ മേലങ്കിയും. ആരാന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു സക്കറിയ. സക്കറിയ ആരാണ്? പഴയ നിയമത്തിലെ സക്കറിയ പ്രവാചകനാണ്. പുതിയ നിയമത്തിലെ സക്കറിയ പുരോഹിതനാണ്. സക്കറിയ പുരോഹിതൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് എലിസബത്ത്. അപ്പോൾ സക്കറിയയും എലിസബത്തും നല്ല മനുഷ്യരായിരുന്നു, പക്ഷെ കുഞ്ഞുങ്ങളില്ലായിരുന്നു. അങ്ങനെ വളരെ വിഷമിച്ച് കഴിയുകയാണ്. ഈ പുരോഹിതന്മാരുടെ ഗണങ്ങൾ കുറിയിട്ടാണ് ആരാധനയ്ക്ക് അവസരം നൽകപ്പെട്ടിരുന്നത്. അങ്ങനെ സക്കറിയായുടെ ആ ഗോത്രത്തിന്, കുലത്തിന് കുറി വീണു. അങ്ങനെ സക്കറിയ ജെറുസലേം ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് ജെറുസലേമിലേക്ക് പോയി. അവിടെ ചെന്ന് അദ്ദേഹം തൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ 9 മണിക്കും വൈകുന്നേരം 3 മണിക്കും വിശുദ്ധ സ്ഥലത്ത് ധൂപപീഠമുണ്ട്. എന്തുകൊണ്ട്? ധൂപപീഠം. അപ്പോൾ ഈ ധൂപപീഠത്തിൻ്റെ മുമ്പിൽ പുരോഹിതൻ നിന്നിട്ട് ധൂപം അർപ്പിക്കും. രാവിലെ 9 മണിക്കും ഉച്ച കഴിഞ്ഞ് 3 മണിക്കും. അപ്പോൾ ഇത് ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ്, സായാഹ്ന ബലിയുടെ സമയത്താണ്. അദ്ദേഹം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ധൂപം സമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധൂപപീഠത്തിൻ്റെ വലത് ഭാഗത്ത് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ മാലാഖമാർ പ്രത്യക്ഷപ്പെടും. ഇപ്പോഴും ഉണ്ട്.
നമ്മുടെ അടുത്തൊക്കെ ഉണ്ട്, നമ്മൾ കാണാത്തതാണ് മാലാഖമാർ. ഹല്ലേലൂയ പറഞ്ഞ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ കോവിഡ് തീർന്നിട്ടില്ല, പക്ഷെ ഞങ്ങളന്ന് വടക്കേ ഇന്ത്യയിൽ പോകുമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറുടെ ID കാർഡ് കാണിച്ചാൽ ഈ തമിഴ്നാട്ടിലെ നമ്മുടെ ഈ ഇവിടുത്തെ എവിടെയാണ് നമ്മുടെ പുളിയറയിലെ ചെക്ക് പോസ്റ്റിൽ, ഈ ഇവിടെ ആര്യങ്കാവ് കഴിഞ്ഞ് തെങ്കാശിയല്ല, പുളിയറയിലെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെയാണ് കേരള ബോർഡർ പിടിക്കുന്നത്, നമ്മളെ പോലീസ് പിടിക്കുന്ന സ്ഥലം അതാണ്. അപ്പോൾ അവിടെ ഈ ഡോക്ടറുടെ ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കുമ്പോൾ വിടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒറീസയിലും ഛത്തീസ്ഗഡിലും ഒക്കെ പോകുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ പോകുന്ന വഴിക്ക് ആരും കയറ്റത്തില്ല, കോവിഡല്ലേ. ഹോട്ടലിൽ കയറി മുറിയെടുക്കാൻ പേടിയാണ്, കാരണം എല്ലായിടത്തും കൊറോണയല്ലേ. പക്ഷേ നമ്മുടെ പള്ളികളിലും അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചോദിച്ചാലും കയറ്റത്തില്ല, ആരും കയറ്റത്തില്ല ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ദൈവമേ രാത്രിയിൽ എവിടെ താമസിക്കും. അപ്പോൾ ഒരു ദിവസം യാത്ര ചെയ്താൽ അങ്ങ് വിജയവാഡയിൽ ചെല്ലും. വിജയവാഡ ചെല്ലും രാത്രിയാകുമ്പോൾ. രാവിലെ 4 മണിക്ക് ഇവിടുന്ന് വിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വിട്ടാൽ രാത്രി ഒരു 11 മണിയാകുമ്പോൾ വിജയവാഡ ചെല്ലും, ആന്ധ്രയിൽ. അപ്പോൾ വിജയവാഡയിൽ അന്ന് രാത്രി എവിടെ കിടന്നുറങ്ങുമെന്ന് ഇങ്ങനെ ഓർക്കുമ്പോൾ എനിക്ക് പരിചയമുള്ളൊരു അച്ഛനെ ഞാൻ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു പ്രായമുള്ള ഒരു സന്യാസി അച്ഛൻ അവിടെ താമസിക്കുന്നുണ്ട്, അച്ഛന് പേടിയൊന്നുമില്ല കൊറോണ. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവിടെ ചെന്നാൽ കിടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അച്ഛനെ അവിടെ ചെന്നപ്പോൾ അച്ഛൻ ഞങ്ങളെ പ്രായമുള്ള അച്ഛനാണ്, ഞങ്ങളെ കാത്തു നിൽക്കുകയാണ്. അച്ഛന് മാസ്ക് ഒന്നുമില്ല, ഞങ്ങളെല്ലാം മാസ്കൊക്കെ വെച്ചാൽ അച്ഛന് കൊറോണയൊന്നും പേടിയുന്നത്. അങ്ങനെ അച്ഛൻ പറഞ്ഞു നിങ്ങൾക്കുള്ള മുറിയെല്ലാം മക്കളെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്, അവിടെ പോയി കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഒരു അച്ഛനും ഉണ്ട്, ഞാനും വേറൊരു അച്ഛനും വേറെ ഒരു 3 സഹോദരന്മാരുമുണ്ട്, ഞങ്ങൾ 5 പേരാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി കിടന്നുറങ്ങി. അപ്പോൾ അച്ഛൻ പറഞ്ഞു മക്കളെ ഞാൻ രാവിലെ ഇത്തിരി താമസിച്ച് എഴുന്നേക്കത്തുള്ളൂ, നിങ്ങൾ വെളുപ്പിനെ പോകുമല്ലോ, അപ്പോൾ നിങ്ങൾ കുർബാനയൊക്കെ ചൊല്ലി ഞാൻ കാപ്പിയൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കുർബാന കഴിഞ്ഞ് കാപ്പി കുടിച്ച് നിങ്ങൾ പൊക്കോണം, എന്നെ വെയിറ്റ് ചെയ്യണ്ട, ഞാൻ താമസിച്ച് എഴുന്നേക്കത്തുള്ളൂ. ഓക്കെ. അപ്പം ഞങ്ങൾ വെളുപ്പിനെ എഴുന്നേറ്റ് കുർബാന അർപ്പിക്കാൻ വേണ്ടി ഞാൻ ആദ്യം പോയി. ഞാൻ രാവിലെ ചാപ്പലിൽ ചെന്ന് ഞാനിരിക്കുമ്പോൾ പുസ്തകം ബൈബിൾ ഇങ്ങനെ തുറന്ന് നിലത്തൊരു പീഠം വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ബൈബിൾ തുറന്ന് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാനവിടെ മുട്ടുകുത്തിയിട്ട് ആ തുറന്നിരിക്കുന്ന ഭാഗം ഏതാണെന്ന് വായിച്ചു. ദാനിയേൽ 12 അത്. ആ ദാനിയേൽ 12 ഇങ്ങനെ ആ നാളുകളിൽ ജനത്തിൻ്റെ മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. മാലാഖയുടെ കാര്യമാണ്. അപ്പം ഞാൻ അത് കൊള്ളാലോ എന്ന് ഓർത്തിട്ട് ഞാൻ പെട്ടെന്ന് മുഖ്യദൂതനായ മീഖായേലേ, സ്വർഗീയ സൈന്യങ്ങളെ പ്രതാപവാനായ പ്രഭു, മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ചൊല്ലി. അപ്പോൾ അങ്ങനെ ചൊല്ലി കഴിയുമ്പോൾ ഈ എൻ്റെ കൂടെയുള്ള ഒരു സഹോദരൻ നല്ല TV കാണുന്ന പോലെ ദർശനം കാണുന്ന ആളാണ്. നമ്മൾ TV കാണുന്ന പോലെയാണ് പുള്ളി ദർശനം കാണുന്നത്. അപ്പോൾ അങ്ങനെ ആ സഹോദരൻ ഈ മുറിയിലോട്ട് വന്നു, ഈ പള്ളിക്കകത്തോട്ട് വന്നിട്ട് മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, മറ്റേ അച്ഛൻ എന്ത് ചെയ്യും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏതച്ഛൻ? അച്ഛൻ നമ്മുടെ കൂടെയുള്ള ആ അച്ഛൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ആ അച്ഛൻ വന്നില്ലടാ. ഞാൻ കണ്ടതല്ലേ ഇവിടെ മുട്ടുകുത്തി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നെ ഉള്ളായിരുന്നു. അവൻ സമ്മതിക്കത്തില്ല. ഇല്ല അച്ഛാ, ഞാൻ ആ ജനലിൻ്റെ അവിടെ അകത്തേക്ക് നോക്കുമ്പോൾ അച്ഛൻ മുട്ടുകുത്തി നിൽക്കുന്നു, അച്ഛൻ്റെ ഇപ്പുറത്ത് വേറൊരു അച്ഛൻ മുട്ടുകുത്തി നിൽക്കുന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ല അന്നേരം, പക്ഷെ എനിക്ക് മനസ്സിലായി അതാ അച്ഛൻ. ആരാ അത് മിഖായേൽ മാലാഖ. സക്കറിയ ഇങ്ങനെ ധൂപം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിലും ഒക്കെ നമ്മൾ കുർബാന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരുണ്ട് അവിടെ? എല്ലാം മാലാഖമാരുണ്ട് അവിടെ. സക്കറിയ ധൂപം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖയെ കണ്ടു. മാലാഖ പറഞ്ഞു, നീയേ വിഷമിക്കണ്ട, നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയല്ലേ, മക്കളില്ലല്ലോ. നിന്റെ ഭാര്യ വന്ധിയെന്ന് ലോകം വിധി എഴുതിയ ഈ സ്ത്രീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, നെടിയത്തച്ഛന് പട്ടം കത്തീഡ്രൽ വികാരിച്ചനായിരിക്കുമ്പോൾ ഞാൻ അവിടെ എല്ലാ മാസവും ശുശ്രൂഷ ചെയ്യാൻ പോകുമായിരുന്നു. പട്ടം സെൻറ്റ് മേരീസ് സ്കൂളിലെ ഒരു ടീച്ചർ എന്നോട് വന്ന് എപ്പോഴും സങ്കടം പറയുമായിരുന്നു, എനിക്ക് കുഞ്ഞുങ്ങളില്ല. ഹോസ്റ്റലിൽ വരുമായിരുന്നു പ്രാർത്ഥിക്കാൻ. ഞാൻ മൗണ്ട് കാർമലിൽ ഒറ്റ ആളുടെ സാക്ഷ്യമേ പരസ്യമായിട്ട് പറയിപ്പിച്ചിട്ടുള്ളൂ, അത് ഈ ടീച്ചറിൻ്റെയാണ്. 20 വർഷങ്ങൾക്ക് ശേഷം യേശു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു. 20 വർഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ സക്കറിയയോട് പറയാണ്, വന്ധ്യയെന്ന് ലോകം വിധി എഴുതിയ ഈ സ്ത്രീ ഗർഭം ധരിക്കാൻ പോവാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെയാണ് നടക്കുന്നത്? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ വന്ധ്യയാണ്. ദൈവസ്വരം കേട്ടപ്പോൾ അദ്ദേഹത്തിന് സംശയം വന്നു. ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ വന്ധ്യയാണ്. ഉടനെ ദൈവം പറഞ്ഞു, യഥാകാലം പൂർത്തിയാകേണ്ട
എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. നിങ്ങൾ കേട്ടായിരുന്നോ? എന്തുകൊണ്ടാണ് ഒരാൾ മൂകനായിത്തീരുന്നത്? എന്തുകൊണ്ടാണ് ഒരാൾക്ക് സ്തുതിക്കാൻ പറ്റാത്തത്? അയാൾക്ക്, അതായത് ദൈവം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനം നിന്നോട് പറഞ്ഞപ്പോൾ നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് നീ മൂകനായിത്തീരും. അത് കഴിഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ജനം മുഴുവൻ കാത്തു നിൽക്കുകയാണ്. ഒന്നും ജനത്തോട് മിണ്ടാൻ പറ്റാതെ നാണം കെട്ട ശിരസ്, കുനിഞ്ഞ ശിരസുമായി അയാൾ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി ഓരോ ദിവസം കഴിയും തോറും നോക്കുമ്പോൾ ഭാര്യയുടെ വയറ് വീർത്ത് വീർത്ത് വരുന്നു. അത് കാണുമ്പോൾ ഈ ചേട്ടന് സങ്കടമാണ്. കാരണം ദൈവമേ, ഞാൻ അവിശ്വസിച്ചല്ലോ. അങ്ങനെ ഞാൻ അവിശ്വസിച്ചു, ഞാൻ ദൈവം പറഞ്ഞ വാക്ക് വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞ് തളർന്ന മനസ്സുമായി, ആ വാക്ക് ഏതാ പറഞ്ഞേ? തളർന്ന മനസ്സുമായി അങ്ങനെ മൂകനായിരുന്ന സക്കറിയ, എന്നാൽ സ്നാപക യോഹന്നാൻ്റെ ജനനത്തിന് ശേഷം എന്ത് ചെയ്യുന്ന സക്കറിയ? നമ്മളവിടെ വായിക്കുന്നത് എന്താണ്? സക്കറിയായുടെ പ്രവചനഗീതം. സക്കറിയ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പറഞ്ഞേ ഹല്ലേലൂയ. 2025 ഫെബ്രുവരി, ഇന്ന് 17 ആണോ? ഫെബ്രുവരി 17 കുറിച്ചിട്ടോ. 2025 ഫെബ്രുവരി 17 നോട്ട് ചെയ്ത് വെച്ചോ. നിന്റെ തളർന്ന മനസ്സിനെ സ്തുതിയുടെ മേലങ്കി പകരം തന്ന് ദൈവം അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും. ഇന്ന് നീ തളർന്നിരിക്കുന്ന നിൻ്റെ മനസ്സിന് ദൈവം സ്തുതിക്കാൻ ഒരവസരം തന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഇന്ന് കാണുന്ന കാര്യങ്ങൾ കൊണ്ട് ജീവിതം തീരുന്നില്ല. ഇന്ന് കാണുന്ന കാര്യങ്ങൾ കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. ജീവിതത്തിന് ദൈവം പ്രവർത്തിക്കാൻ ഒത്തിരി 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 കാലമുണ്ട്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒത്തിരി കാലമുണ്ട്, ഒത്തിരി കാലം. ഞാൻ ഒരനുഭവം പറയാം. നമ്മൾ ഇന്ന് കാണുന്നത് കണ്ടിട്ട് കോപിക്കുകയോ ദുഃഖിക്കുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യരുത്. അതായത് നിങ്ങൾ, ഞാൻ ഈ 2012 ഈ നമ്മുടെ പട്ടത്തെ ശുശ്രൂഷകൾ ആരംഭിക്കുക, 2012. അപ്പോൾ ആ കാലത്ത് കർത്താവ് ഒരു പ്രേരണ തന്നു, തിരുവനന്തപുരം നഗരത്തെ ദത്തെടുത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തെ 50 സ്ഥലങ്ങൾ അഡോപ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ 50 കുറിയിട്ടു. എന്നിട്ട് 50 പേര് ഓരോ പേരെടുത്തു. എന്നിട്ട് അവർ കിട്ടിയ പേര് വെച്ചിട്ട് ആ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ആ നാളുകളിൽ കർത്താവ് മറ്റൊരു സന്ദേശം തന്നു, ധ്യാനകേന്ദ്രം ഉണ്ടാവാൻ വേണ്ടി 500 ദിവസം വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കുക. അങ്ങനെ 500 ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യകാലങ്ങളിൽ പിന്നെ ഒരു ചാപ്പലിൽ ഒരുമിച്ച് കൂടുമായിരുന്നു. പിന്നെ അവിടെ പ്രാർത്ഥിക്കാൻ പറ്റാതായപ്പോൾ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി. അവിടെ ബഹളമാണെന്ന് പറഞ്ഞിട്ട് അവിടെ പ്രാർത്ഥിക്കാൻ പറ്റാതായപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ വെച്ച് തല്ല് കിട്ടാതെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. കാരണം കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ വന്നു, പിന്നെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ 3 സ്ഥലത്ത് നിന്ന് ഈ പ്രാർത്ഥന ചില പ്രത്യേക കാരണങ്ങളാൽ മാറ്റേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഞാനന്ന് ഹോസ്റ്റലിൽ താമസിക്കുകയാണ്. ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി സന്ധ്യയ്ക്ക്. പക്ഷേ ഹോസ്റ്റലിൽ ഇങ്ങനെ കരിസ്മാറ്റിക് പ്രാർത്ഥനയല്ലേ, ബഹളമാണ്. അപ്പോൾ ഹോസ്റ്റലിൽ പിള്ളേർക്ക് പഠിക്കണ്ടേ. അപ്പോൾ പിന്നെ അവിടുന്ന് പിന്നെയും മാറ്റി. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ, അതായത് പ്രശ്നം ഇതാണ്, ഉറക്കെ പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രാർത്ഥിക്കാം, ഇങ്ങനെ ഉറങ്ങിയിരുന്ന് പ്രാർത്ഥിക്കാം, അതിന് കുഴപ്പമില്ല. ഉറക്കെ പ്രാർത്ഥിച്ചാൽ എവിടെ പ്രാർത്ഥിച്ചാലും അവിടെ നിന്ന് ഇറക്കി വിടും. പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് അവസ്ഥ. അപ്പോൾ ആ സമയത്ത് ഞാൻ വളരെ വിഷമിച്ച്, ദൈവമേ എന്തു ചെയ്യും? അപ്പോൾ എനിക്ക് ഈ ചെറുപ്പമല്ല, ഇന്നാണ് ഞാൻ അങ്ങനെ ചെയ്യില്ല. അന്ന് കുറച്ചുകൂടെ ചെറുപ്പമായതുകൊണ്ട് ഈ ചെറുപ്പത്തിൻ്റെ അവിവേകമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് സ്ഥലമൊന്നും വേണ്ട, നമുക്ക് റോഡിൽ നിന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ മറിയവനസിൻ്റെ ക്യാമ്പസിൽ റോഡിൽ നിന്ന് പിറ്റേ ദിവസം സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇത് ആരോടോ പക വീട്ടുന്ന പോലെയാണ് ഈ പ്രാർത്ഥന. അങ്ങനെ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് നിർത്തിയേക്കാമെന്ന് പറഞ്ഞു. നിർത്തിയേക്കാം. പിറ്റേ ദിവസം ഞാൻ എൻ്റെ സുഹൃത്തായ ഒരു അച്ഛനെ കാണാൻ പോയി. വേറൊരു കാര്യത്തിന് പോയതാണ്. അപ്പോൾ അദ്ദേഹം അന്ന് ആ ക്യാമ്പസിലെ ഒരു സ്ഥാപനത്തിൽ ഒരു ശുശ്രൂഷ ചെയ്യുകയാണ്. അപ്പം ഞാൻ ചെന്നിട്ട് എൻ്റെ മുഖം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടുകൊണ്ട് എന്നോട് ചോദിച്ചു, എന്നാ നിനക്ക് വിഷമം? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ്, പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലമില്ല, ഇന്നലെ റോഡിൽ നിന്നാണ് പ്രാർത്ഥിച്ചത്,
ഇനിയിപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല. 500 ദിവസം പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ അച്ഛൻ ആ സ്ഥാപനത്തിൻ്റെ ഒരു ചാപ്പലുണ്ട്, ആ ചാപ്പലിൻ്റെ കീ എൻ്റെ കയ്യിലേക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു, നീ 500 1000 ഇത്ര ദിവസം വേണം. ഞാൻ പറഞ്ഞു, ഞങ്ങൾ കരിസ്മാറ്റിക്കാരാണ്, ഞങ്ങൾ ബഹളം വെക്കും, നീ ബഹളം വെച്ചോ, എത്ര വേണേലും ബഹളം വെച്ചോളാം പറഞ്ഞു. അങ്ങനെ തന്നു. അങ്ങനെ 500 ദിവസം അവിടെ പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 500 ദിവസത്തെ പ്രാർത്ഥന കഴിയുമ്പോഴാണ് വേറ്റിനാട് ആ സ്ഥലം പിതാവ് നമുക്ക് തരുന്നത്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത, അത് 36 ഏക്കറുണ്ട്. ഇപ്പോൾ 36 ഏക്കറൊന്നും നമുക്കില്ല, എന്നാലും ഒറ്റക്കോ ക്യാമ്പസാണ്, 36 ഏക്കറുണ്ട്. ആ 36 ഏക്കറിൽ ഞങ്ങൾ എത്ര വാട്ട്സിൻ്റെ ഉച്ചഭാഷണി വെച്ച് സൗണ്ട് ഉണ്ടാക്കിയാലും ഇന്ന് ഞങ്ങളെ ആരും അവിടുന്ന് ഇറക്കി വിടത്തില്ല. മനസ്സിലായോ? അതായത് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ജീവിതം തീരത്തില്ല. ഇന്ന് പ്രതിസന്ധിയാണെന്ന് കരുതി എല്ലാം അതോടെ തീർന്നെന്ന് വിചാരിക്കരുത്. കർത്താവിന് പ്രവർത്തിക്കാൻ തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി, സ്തുതിക്കാൻ, ദൈവത്തിന് നന്ദി പറയാൻ ഒരവസരം ദൈവം തരും. അപ്പോൾ വായിക്കാം അടുത്ത വാക്യം. തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി നൽകാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കുക, ഒരു കാര്യം കേട്ടിട്ട് വായിക്കുക. നിങ്ങളുടെ ആരുടെയെങ്കിലും കുടുംബത്തിൽ, അതായത് ഒന്നും പച്ച പിടിക്കുന്നില്ല, എന്ത് ചെയ്താലും തോൽവി, എന്ത് കാര്യത്തിനിറങ്ങിയാലും അത് നടക്കത്തില്ല, ദാരിദ്ര്യം തലമുറയായിട്ട് മാറുന്നില്ല, കുടുംബത്തിൽ തലമുറയായിട്ട് മദ്യപാനം, കല്യാണം നടക്കത്തില്ല, ഇനി കുടുംബജീവിതം ഉണ്ടായാൽ തന്നെ ഒരു വീട്ടിലും സമാധാനമില്ല, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുള്ള കുടുംബങ്ങളുണ്ട്. ഇതിനെ ബൈബിള് വിളിക്കുന്ന പേരാണ് എന്താണെന്നറിയാമോ? തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ. തലമുറയായിട്ടുണ്ടായ ജനറേഷണൽ ബോണ്ടേജസ്. തലമുറയായിട്ട് ആവർത്തിക്കപ്പെടുന്ന തിന്മകൾ. ഇങ്ങനൊരു അവസ്ഥയുണ്ട്. കേൾക്കുന്നുണ്ടോ? കർത്താവ് പറയും, ഈ അടുത്ത വാക്യം ഓർത്ത് വെച്ചിരിക്കണം. ഈ വാക്യം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ആ കുടുംബങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ഈ വാക്യം, അതായത് യേശയ്യ 61 1 മുതൽ 4 വരെ ഉച്ചത്തിൽ വീട്ടിലിരുന്ന് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ആ കെട്ട് അഴിഞ്ഞിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ വായിച്ചേ, ആ വാക്യം വായിച്ചേ. പണ്ട് നശിച്ചു പോയവ അവ വീണ്ടും നിർമ്മിക്കും, പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും. അടുത്ത വാക്യം, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ പരിഹരിക്കും. ഹല്ലേലൂയ. അതായത് ജനറേഷണൽ കേഴ്സസ്, ജനറേഷണൽ ബോണ്ടേജസ്, തലമുറയായിട്ടുണ്ടായിട്ടുള്ള ബന്ധനാവസ്ഥ, ഇത് നമുക്കില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയാം? അതായത് അപ്പൻ്റെ അമ്മയുടെയും കുടുംബജീവിതം തകർന്നായിരുന്നു. മക്കളുടെ ജീവിതം വരുമ്പോൾ അതും മക്കളുടെ ജീവിതം വരുമ്പം അവർ തമ്മിലും ബന്ധമില്ല, സ്നേഹമില്ല. ഇങ്ങനെയുള്ള കുടുംബങ്ങളെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അതായത് വല്യപ്പനും വല്യമ്മയും തമ്മിൽ എന്നും അടി, മകൻ്റെ ഭാര്യയും തമ്മിൽ എന്നും അടി, അവരുടെ മക്കൾ കല്യാണം കഴിക്കുമ്പോൾ അതും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. പല കാരണങ്ങളാവാം. പക്ഷേ എന്തായാലും യേശു വരുമ്പോൾ അത് പരിഹരിക്കപ്പെടും. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? കേട്ടില്ല ഞാൻ. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അങ്ങനെയാണെങ്കിൽ പ്രിയമക്കളെ, ഇന്ന് നിൻ്റെ ജീവിതം അത്ഭുതങ്ങൾ കാണാൻ പോകുന്ന രാത്രിയാണ്. ഇന്ന് ദൈവം ഈ വചനം, ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, കേട്ടെ. ഈശോ കഫർനാമിലെ സിനഗോഗിൽ വെച്ച് ഈ തിരുവെഴുത്ത് വായിച്ചു ഒരിക്കൽ. ഈ തിരുവെഴുത്ത് ഞാനതോടെ വായിക്കാം. ലൂക്കാ സുവിശേഷത്തിലാണ്. കഫർനാമിലെ സിനഗോഗിൽ വെച്ച് യേശയ്യ പ്രവചിച്ച ഈ പ്രവചനം 4-ാം അധ്യായം, ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ എടുത്ത് ഉച്ചത്തിൽ, നിങ്ങൾക്ക് എത്ര സ്വരമുണ്ടോ അത്രയും ഉച്ചത്തിൽ ഇത് നിങ്ങൾ വായിക്കണം. ലൂക്കാ 4-ാം അധ്യായം 16 മുതൽ വായിക്കാമോ? ഉറക്കെ വായിക്കാം. യേശു താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. അപ്പോൾ ഏത് അധ്യായമാണത്? 61. നമ്മൾ നേരത്തെ വായിച്ചത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന്
നൽകപ്പെട്ടു. അടുത്ത വാക്യം, പുസ്തകം തുറന്നപ്പോൾ ഉച്ചത്തിൽ പോരാ ഒരു ബന്ധനം അഴിയാനുള്ള വായനയാണിത്. ഉറക്കെ വായിക്കേ. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു. അടുത്ത വാക്യം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ഉറക്കെ വായിക്കേ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. അടുത്ത വാക്യം, പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും, നമ്മളെല്ലാവരും ഇപ്പോൾ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെ? യേശുവിനെ. നമ്മൾ യെശയ്യായിൽ നിന്ന് വായിച്ച ഈ വാക്യം യേശു വായിച്ചു കഴിയുമ്പോൾ നമ്മൾ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വാക്യം ഉറക്കെ വായിച്ചോ. അവൻ അവരോട് പറയാൻ തുടങ്ങി, ഉച്ചത്തിൽ മുഴങ്ങട്ടെ, നിങ്ങൾ കേട്ടിരിക്കത്തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത്. ആമേൻ. ഇതാണ് സംഭവിക്കാൻ പോണേ. നിങ്ങൾ കേട്ടിരിക്കത്തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് മേഖലയിലാണോ നിങ്ങൾ പ്രയാസപ്പെടുന്നത്, അത് ആത്മീയ മേഖലയാവട്ടെ ഭൗതിക മേഖലയാവട്ടെ, ഇന്ന് നിങ്ങൾ ഇത് കേട്ടിരിക്കത്തന്നെ ഈ തിരുവെഴുത്ത് നിങ്ങളിൽ നിറവേറിയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമുക്കതുകൊണ്ട് ആ അറിവിൽ നമുക്കൊന്ന് ആരാധിക്കാം. ഒരു അടുത്ത് നിൽക്കുന്നവരെ ആരെയും നിങ്ങൾ ശ്രദ്ധിക്കരുത്. നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതായത് ഒത്തിരി ചങ്ങലകൾ അഴിഞ്ഞു മാറട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്നോ? ഈ രാത്രി കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? യേശുവാണ് നമ്മളോട് ഈ വചനം പറഞ്ഞതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? അരുളി ചെയ്ത വചനം ഇന്ന് നിറവേറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ?